ആദിവാസി കല്യാണം തോന്നുന്നു. മറ്റേ സുംബയ്ക്ക് ഓണ പോലെ ഇപ്പൊ ആദ്യം ഫോളോ ചെയ്തിരുന്നു, പിന്നെ അൺഫോളോ ചെയ്തു. അല്ല ഞാൻ സൈറ്റ് കാണാൻ പോയതാണ്, ഫോളോഡ് ഉണ്ടായിരുന്നു, അങ്ങനെ കണ്ടു. ഡിസൈനിനെ ഞാൻ പല്ല് പോലും വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ സൈബർ സ്റ്റേഷനിൽ പോയി വന്നേ ഉള്ളൂ. ഈ ഫോട്ടോസ് മോർഫ് ചെയ്തിട്ട് സ്പ്രെഡ് ചെയ്യുന്നത്, ഇത് വെച്ചിട്ട് സൈബർ അറ്റാക്ക് ചെയ്യാൻ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സ്റ്റോറിയിൽ ഒരു മൂവ് ഓഫ് പിക്ചർ ആയിരുന്നു, ലൈക്ക് തല എൻ്റെ ആയിരുന്നു, ബോഡി വാസ് സംതിങ് ഇല്ലിസിറ്റ്. അപ്പോൾ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യം വന്നു. അപ്പോൾ ഞാൻ അവർക്ക് മെസ്സേജ് അയച്ചു, പറഞ്ഞു യു ആർ ടേക്കിംഗ് ദിസ് ഡൗൺ ഓർ എൽസ് ഐ ആം ഗോയിങ് ടു ഫയൽ എ സൈബർ കംപ്ലൈൻറ്റ്. അപ്പോൾ അവരതൊരു പ്രശ്നമേ അല്ല. നിങ്ങൾ കേസ് കൊടുത്തോ, നിങ്ങൾ ഇത് ചെയ്തോ. അപ്പോൾ എനിക്ക് മനസ്സിലാവാത്തത് എന്ത് ധൈര്യമാണ് അവർക്ക്. ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും അത് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. സേഫാണ് എന്ന് എനിക്കൊരു തോന്നലില്ലായിരുന്നു. ഐ വാസ് ഓൾവേസ് ഫീലിംഗ് ദാറ്റ് ഐ ആം അൺസേഫ്. പക്ഷെ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് അമ്മയ്ക്ക് വിഷമമാവോ എന്ന് വിചാരിച്ച് ഞാൻ പല കാര്യങ്ങളും അമ്മയടുത്ത് ഷെയർ ചെയ്യാറുണ്ട്. സോ അങ്ങനത്തെ ഒരു പോയിന്റ് വരുമ്പോൾ ഏട്ടനുള്ളത് എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക, എനിക്ക് ഭയങ്കര ഒരു സ്ട്രെങ്ത് ആണ്. There is somebody for me who always says it's okay, it is all right. അത് അങ്ങനെ വേണമെന്നില്ല. എന്താ പ്രശ്നം, യു ആർ ഗുഡ് ഓൺ യുവർ ഓൺ എന്ന് പറയുന്ന ഒരാൾ. നിങ്ങൾ മനസ്സിൽ കാണുന്ന ഇവന്റ് അത് ഏതുമായിക്കോട്ടെ, അതിനെ കൂടുതൽ കളർഫുൾ ആക്കാൻ കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി മൈൽസ്റ്റോൺ ഇവന്റ്സ്, ബർത്ത്ഡേ പാർട്ടി, എൻഗേജ്മെന്റ്, കല്യാണം, കോർപ്പറേറ്റ് ഇവന്റ്സ്, അങ്ങനെ ഏത് ഇവന്റ്സും കൂടുതൽ സ്പെഷ്യൽ കണ്ടന്റോടുകൂടി നമുക്ക് മനോഹരമാക്കാം മൈൽസ്റ്റോൺ ഇവന്റ്സിലൂടെ. സ്റ്റുഡൻസ് ഇന്ത്യ പ്രസൻസ് സുന്ദരി നീയും സുന്ദരൻ ഞാനിലേക്കും എല്ലാവർക്കും സ്വാഗതം. ആൻഡ് ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത് എനിക്കൊത്തിരി പ്രിയപ്പെട്ട, നമുക്കൊത്തിരി പ്രിയപ്പെട്ട അഷിക അശോകൻ ആൻഡ് അഷികയ്ക്ക് ഒത്തിരി പ്രിയപ്പെട്ട അഷികയുടെ സ്വന്തം പ്രണവേട്ടൻ. രണ്ടാൾക്കും നമസ്കാരം. നമസ്കാരം. ഓക്കെ, അപ്പൊ കല്യാണം കഴിഞ്ഞ് രണ്ടാളും വിരുന്നൊക്കെ പോയി നടക്കുവാണോ? എനിക്കൊന്നും ഒരാഴ്ച ആയിട്ടുള്ളൂ കല്യാണം കഴിഞ്ഞിട്ട്, 2 weeks ആയി. എനിക്കൊന്നും അത് കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഇന്റർവ്യൂ ആണ് അത്. കുറച്ച് ടെൻഷൻ അടിച്ചിരിക്കുകയാണോ? ഫസ്റ്റ് ഇന്റർവ്യൂ ആണല്ലേ? ഓക്കെ, അപ്പൊ എല്ലാവരും ഭയങ്കര സർപ്രൈസ്ഡ് ആണ്. കാരണം ഒട്ടും പ്രതീക്ഷിക്കാനാണ് പെട്ടെന്ന് നിങ്ങളുടെ കല്യാണം അല്ലേ? എന്താണ് പ്രതീക്ഷിച്ചിട്ടില്ലേ? പെട്ടെന്ന് നമ്മളെ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് മതിച്ചിട്ട് ഇങ്ങനെ ഫാമിലി ഡിസ്കഷൻസ് പൊക്കോണ്ടിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ പ്രത്യേക ഒരു സാഹചര്യത്തിൽ അത് പെട്ടെന്ന് വേണമെന്നായി. അപ്പൊ പിന്നെ ഓക്കെ, എന്താണെങ്കിലും കല്യാണം കഴിക്കണം. അപ്പൊ പിന്നെ ഇപ്പൊ കഴിക്കാലോ. സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഡൗട്ടാണ്, ലവ് മാരേജ് ആണോ അറേഞ്ച് മാരേജ് ആണോ? അറേഞ്ച്ഡ് കൈൻഡ് ഓഫ് ആണ്. പിന്നെ ഇഷ്ടമായി. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ചേട്ടൻ മുന്നേ അഷികേനെ കണ്ടിട്ടുണ്ടോ? അഷികയുടെ വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നോ? വീഡിയോസ് ഞാൻ അവളെ ആദ്യം ഫോളോ ചെയ്തിരുന്നു, പിന്നെ അൺഫോളോ ചെയ്തു. അല്ല ഞാൻ പണ്ട് ഫോളോ ചെയ്തിരുന്നു. അല്ല, ആക്ച്വലി ഞങ്ങൾക്ക് കുറെ കാലമായിട്ട് അറിയാം. ഞങ്ങൾ ഫാമിലി ഫ്രണ്ട്സ് ആണ്. സോ ഇങ്ങനത്തെ ഒരു ലൈനിൽ ഒരു തോട്ട് പ്രോസസ് പോയിട്ടില്ലാന്നേ ഉള്ളൂ. ഞങ്ങൾക്ക് അറിയാം, നന്നായിട്ട് അറിയാം അങ്ങോട്ടും. ഞാൻ കാണുന്നത് പിന്നെ ഇവളുടെ വീട് റിനോവേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ പോയപ്പോഴാണ് പിന്നെ ഞങ്ങൾ ഒന്നും കൂടി ഒന്ന് സംസാരിക്കാനും ഒന്ന് ക്ലോസ് ആവാനൊക്കെ ഒരു സിറ്റുവേഷൻ. എന്നാലും എന്തിനാണ് അൺഫോളോ മടുത്തിട്ടോ? അല്ല, എന്നെ ഫോളോ ചെയ്തവരെ ഞാൻ അങ്ങോട്ട് ഫോളോ ചെയ്യലില്ല. അങ്ങനെ അൺഫോളോ ചെയ്തു. ചേച്ചി എന്തുകൊണ്ട് ഫോളോ ചെയ്തില്ല? നിങ്ങൾ ഫാമിലി ഫ്രണ്ട്സ് അറിയുന്ന ആൾക്കാരാണ്, എന്തുകൊണ്ട് ഫോളോ ചെയ്തില്ല? ഞാൻ സത്യം പറഞ്ഞ അങ്ങനെ എന്റെ ഫോളോ ലിസ്റ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് കുറെ ഡ്രസ്സുകളുടെ ഓൺലൈൻ വെബ്സൈറ്റ്സ് ആയിരിക്കും. പിന്നെ അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സെലബ്സിന്റെ ആയിരിക്കും, സിംഗേഴ്സ്, അല്ലെങ്കിൽ അങ്ങനെ അത്രേ ഉള്ളൂ. ഞാനൊരു ഭയങ്കര ഒരു ക്രൂഷ്യൽ ആയിട്ട് ഇന്ന ആളെ ഫോളോ ചെയ്യണം അങ്ങനെ വിചാരിക്കുന്ന ആളല്ല. അല്ല, ഓക്കെ 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 ഓക്കെ. അപ്പം ചേട്ടാ ഫസ്റ്റ് അഷികേനെ കണ്ടപ്പോൾ ഉള്ള ഇംപ്രഷൻ എന്തായിരുന്നു? ഒരിക്കലും വിചാരിക്കുന്നില്ല പാർട്ട്ണർ ആവുന്നു, പക്ഷെ എന്നാലും ഫസ്റ്റ് കണ്ടപ്പോൾ ഉള്ള ഒരു ഇംപ്രഷൻ എന്തായിരുന്നു? അങ്ങനൊന്നുമില്ല. ഞാൻ സൈറ്റ് കാണാൻ പോയതാണ്, ഫോളോഡ് ഉണ്ടായിരുന്നു, അങ്ങനെ കണ്ടു. ഡിസൈനിനെ ഞാൻ പല്ല് പോലും വെച്ചിട്ടുണ്ടായിരുന്നു.
അല്ല, കാരണം നമുക്ക് അങ്ങനെ തോട്ട് പ്രോസസ്സേ ഇല്ല. എനിക്ക് വീട് റിനോവേറ്റ് ചെയ്യണ്ടായിരുന്നു. എന്നോട് വന്ന് കണ്ടോളാൻ പറഞ്ഞു, വീട് ഓക്കെ എന്ന് പറഞ്ഞു. ഞാൻ രാവിലെ വിളിച്ചു ചോദിച്ചു അവിടെ ഉണ്ടോന്ന് ചോദിച്ചു, ഉണ്ട് എന്ന് പറഞ്ഞു. രാവിലെ നേരെ അങ്ങോട്ട് കയറി ചെല്ലുന്നു. നമുക്ക് ഫാമിലി തന്നെ ഒരു ആർക്കിടെക്ട് ഉള്ളപ്പോൾ ഞാൻ പുറത്തുനിന്ന് ഒരാൾ അപ്പൊ ഞാൻ പറഞ്ഞായിട്ട് ഒന്ന് വന്നിട്ടൊന്ന് ചെയ്തുതരോ? ഓക്കെ, ഞാൻ വന്ന് നോക്കാം. അപ്പൊ നീ ഉണ്ടാവോ ചോദിച്ചു. പറഞ്ഞു ഞാനുണ്ട്, ഇപ്പൊ ആക്ച്വലി വീട്ടിലുണ്ട്, എന്നെ കൊച്ചിക്ക് പോകും. ഞാൻ പറഞ്ഞു നാളെ ആയിട്ട് പോവുമായിരിക്കും. അപ്പൊ ഓക്കെ എന്ന് പറഞ്ഞു. പുള്ളി ഞാൻ ഒരു 9-9:45 ആകുമ്പോൾ വിളിച്ചിട്ട് ഞാൻ അവിടെ 10 മിനിറ്റിലെത്തുന്നു. ഞാൻ പല്ല് പോലും തേച്ചിട്ടില്ല. ഞാൻ ഉറക്കത്തിൽ നിന്ന് കഴിച്ചിട്ട് പാര വിളിച്ചതെന്ന് പോലും അങ്ങനെ ഞാൻ വേഗം ചടപടാൻ ചാടി എണീക്കണു, ബ്രഷ് ചെയ്യണു. ഒരു കാണുമ്പോ അയ്യേന്ന് പറയുന്നത്. അങ്ങനെ പുള്ളി വന്നു, നോക്കി, കാഷ്വലി കുറെ സംസാരിച്ചു, നോർമലി ഉള്ള കാര്യം പോയി. അങ്ങനെ പ്രത്യേകിച്ച് ഭയങ്കര സംഭവവികാസങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആരുടെ ഐഡിയ ആയിരുന്നു നിങ്ങൾ രണ്ടാളും പിടിച്ച് കല്യാണം കഴിപ്പിക്കണം? മൊത്തത്തിൽ എല്ലാവരുടെ ഒരു ഐഡിയ അല്ല, അങ്ങനെയല്ല. അതായത് ഇപ്പൊ എന്റെ വീട്ടില് എനിക്ക് കല്യാണം ഇസ് എ വെരി മാൻഡേറ്ററി കണ്ടീഷൻ എന്നുള്ളൊരു സീനിലായിരുന്നു. കാരണം അമ്മയ്ക്ക് എന്താണെങ്കിലും എന്നെ ഒരു സേഫ് ഹാൻഡ്സിലാക്കണം. എല്ലാ അമ്മമാരെയും പോലെ തന്നെ അറിയാലോ. അപ്പൊ പ്രായം കൂടി വരുന്നു എന്നത് വലിയ ഘടകമാണ്. അതെ. അപ്പം നോക്കുന്നുണ്ടായിരുന്നു. അപ്പോ ഏട്ടന്റെ വീട്ടിലും അതെ നോക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ആക്ച്വലി അങ്ങനെ പ്ലാൻഡ് പരിപാടീസ് ഒന്നും ഇല്ല. ഇറ്റ് സംഹൗ ഹാപ്പൻഡ് അല്ലേ, അങ്ങനെ നടന്നു. സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇപ്പോഴും വി ആർ സ്റ്റിൽ എന്താ പറയാ പ്രോസസ് ചെയ്തോണ്ടിരിക്കുകയാണ്. കല്യാണം കഴിഞ്ഞു അല്ലേ? ഇടയ്ക്കിടയ്ക്ക് എന്നോട് ചോദിക്കട്ടെ, എടാ നമ്മുടെ കല്യാണം കഴിഞ്ഞു. അതെ ഏട്ടാ നമ്മുടെ. ഇപ്പൊ നിങ്ങളുടെ കല്യാണത്തിന്റെ വീഡിയോസ് ഒക്കെ കണ്ടാലും അശിക ഭയങ്കര നെർവസ് ആയിട്ടുള്ള പോലെയാണ് തോന്നിയത്. എന്തിനാ ഇത്ര ടെൻഷൻ? അത് ഒന്നാമത് എന്താ വെച്ചാല് ഈ കല്യാണം മൊത്തത്തില് എല്ലാം കൂടിയിട്ട് ഓടി നടന്ന് ചെയ്തത് എൻ്റെ ഒരു പാട്ടിന് ഏട്ടൻ്റെ ഭാഗത്ത് നിന്ന് കുറെ സപ്പോർട്ട് ചെയ്തു. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നമ്മളെ സൈഡിൽ നിന്ന് ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. സോ എൻ്റെ വീട്ടിൽ പൊതുവെ അമ്മാവന്മാരൊക്കെ ഭയങ്കര ഏജ്ഡ് ആണ്. അമ്മയ്ക്കും സിബ്ലിങ്സ് ആരും ഇല്ല, ബ്രദേഴ്സ് ഒന്നും ഇല്ല. നമ്മുടെ കസിൻസ് ഒക്കെ ഔട്ട് ഓഫ് സ്റ്റേഷനുമാണ്. ഉള്ളവരെല്ലാവരും കുറച്ച് ഏജ്ഡ് ആണ്. സോ നമുക്ക് ഓടി നടക്കാൻ ഞാനും അമ്മയും തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഈവൻ ലൈക്ക് തലേ ദിവസം രാത്രി വരയ്ക്കും നമ്മളുടെ മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ ആയിക്കോട്ടെ, നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ റൂം അറേഞ്ച് ചെയ്യാൻ പോലും ഒരു 10-10:30 വരയ്ക്കും ഞാൻ പുറത്തായിരുന്നു. സോ ഐ വാസ് കൈൻഡ് ഓഫ് ഭയങ്കര എക്സോസ്റ്റഡ് ആയിരുന്നു. പക്ഷെ നെർവസ് ഒന്നും അല്ല. പിന്നെന്താ വെച്ചാല് ലേറ്റ് ആവുന്നു സമയം, പിന്നെ ആ ദിവസം അങ്ങനെയാണല്ലോ. മുഹൂർത്തത്തിന് എത്തണം, തിരിച്ചു വരണം, ആ സമയത്ത് തിരിച്ചു കയറണം. പിന്നെ നമ്മുടെ ഫോട്ടോഗ്രാഫി ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടായിരുന്നു, അവർക്ക് നല്ല ഔട്ട് കിട്ടണം. പിന്നെ വന്ന റിലേറ്റീവ്സിനൊക്കെ വെൽക്കം ചെയ്യണം. ലൈക്ക് കുറെ കാര്യങ്ങൾ ഓടുന്നതിന്റെ മേ ബി ആയിരിക്കും. ഓക്കെ. അപ്പം ലൈക്ക് ഇപ്പൊ നിങ്ങളുടെ കല്യാണം ഇങ്ങനെ ഫിക്സ് ചെയ്തു. അപ്പം എന്തായിരിക്കും അശികയ്ക്ക് ചേട്ടനിൽ ഇഷ്ടപ്പെട്ട ഒരു ക്വാളിറ്റി എന്തായിരിക്കും? അങ്ങനെ ഇപ്പോൾ ഞാൻ ബേസിക്കലി ഭയങ്കര ഐ ഹാഡ് ഗോൺ ത്രൂ എ ലോട്ട് ഓഫ് ഇമോഷണൽ ട്രോമാസ്. അപ്പോൾ ഞാൻ ഇൻ്റർവ്യൂസിൽ തന്നെ കുറേ പറഞ്ഞിട്ടുണ്ട്. കാരണം എല്ലാ പെൺകുട്ടികൾക്കും ഒരു പാമ്പറിങ് അല്ലെങ്കിൽ ഒരു കെയറിങ് പാർട്ട്ണർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡ്രീം ആക്ച്വലി. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സമയത്ത് നമുക്ക് ആരെയും ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ലൈക്ക് എപ്പോഴാണ് നമ്മളെ ലെറ്റ് ഡൗൺ ചെയ്യുക എന്നുള്ളത് നമുക്കറിയില്ല. പക്ഷേ ഏട്ടൻ്റെ ഭാഗത്തുനിന്ന് വാട്ട് ഐ ഫെൽറ്റ് ഇസ് ലൈക്ക് ഹീസ് മൈ പേർപ്പിൾ. അതായത് പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടൊന്നുമല്ല, ഇരുത്തിക്കൊണ്ട് പറയുന്നതല്ല, അങ്ങനെ പ്രത്യേകിച്ച് എനിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ അങ്ങനെ എന്തെങ്കിലും അങ്ങനെയൊന്നും അല്ല. പക്ഷെ ഹീസ് ദെയർ ആൻഡ് ഐ എം പീസ്ഫുൾ. ലൈക്ക് എനിക്കിപ്പോൾ എന്തുണ്ടെങ്കിലും ഹീസ് ദ ഫസ്റ്റ് പേഴ്സൺ ടു റൺ ഓഫ്. ഏട്ടാ എനിക്ക് ഇന്ന പ്രശ്നമുണ്ട്, ഏട്ടാ അത് ഇങ്ങനെ ഉണ്ടായി. ഞാൻ ആക്ച്വലി പാനിക് ബട്ടറാണ്, ഭയങ്കരമായിട്ട് ഏട്ടാ അതങ്ങനെ ഉണ്ടായി, ഇതിങ്ങനെ ഉണ്ടായി. ഏട്ടൻ ഇസ് ഓൾവേസ് ലൈക്ക് നമുക്കത് ചെയ്യാന്നേ, നമുക്ക് ഇത് ചെയ്യാന്നേ, അതിനെന്തത് നമുക്ക് ചെയ്യാം. അപ്പോൾ എനിക്ക് എപ്പോഴും ഭയങ്കര പോസിറ്റീവ് ഇൻപുട്ടാണ് ഓരോ സ്റ്റെപ്പിലും. ബേസിക്കലി അതാണ് എനിക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് തരുന്ന ഒരു ഫാക്ടറാണല്ലോ. നമുക്ക് എന്തുണ്ടെങ്കിലും നമുക്കൊരു ബാക്കപ്പിന് ഒരാളുണ്ടാവുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി ബിഗ് തിങ്. ഓക്കെ, ചേട്ടൻ എന്താണ് ആഷികയിലെ ഇഷ്ടപ്പെട്ട ക്വാളിറ്റി? ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അവള് കുട്ടികളി ഭയങ്കര ഇഷ്ടം എനിക്ക്. ഇതേപോലെ എല്ലാം പറഞ്ഞിട്ട് എല്ലാം ഇപ്പൊ സെറ്റിൽ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ അപ്പൊ തന്നെ വിളിച്ചു പറയും. ഒക്കെ നീ വിളിച്ചു പറയും, എന്ത് നടന്നറിയും, ഏട്ടാ എങ്ങനെ നടന്നിട്ടുണ്ട് കേട്ടോ, എന്ത് ചെയ്യണ്ട് ഒക്കെ എന്നോട് ചോദിച്ചു, എന്നോടെല്ലാം പറയും. അതന്നെയാണ് ഹി ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. സോ നമുക്ക് ആ ഒരു
ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രണ്ട് എന്ന് പറയുന്നത് നമ്മൾ അതല്ലേ ഫസ്റ്റ് നമ്മൾ ഇത് ചെയ്യാം. ഒരു സ്റ്റേജ് വരയ്ക്കും ഞാൻ അമ്മയോടായിരുന്നു എല്ലാം ഷെയർ ചെയ്യാം. എനിക്ക് അമ്മ സ്റ്റിൽ മൈ ബെസ്റ്റ് ഫ്രണ്ട്. അമ്മ പറയും അമ്മയ്ക്ക് വിളിക്കലില്ല അല്ല അങ്ങനെയല്ല, ലൈക്ക് നമുക്ക് ഓരോ സ്റ്റേജ് കഴിയുമ്പോൾ നമുക്ക് ഇതിപ്പോ അമ്മേനെ ഞാൻ കുറെ ബുദ്ധിമുട്ടിച്ചു, ഇനി കുറച്ച് ഏട്ടനെ ബുദ്ധിമുട്ടിക്കും. അപ്പൊ പറഞ്ഞ പോലെ അമ്മയാണ് എല്ലാം അല്ലേ? ഓക്കെ, അപ്പൊ അമ്മ ഇപ്പൊ എത്രത്തോളം ഹാപ്പിയാണ്? അമ്മ ഭയങ്കര ഹാപ്പിയാണ്. ഭയങ്കര ഹാപ്പി എന്ന് പറഞ്ഞാൽ ഐ തിങ്ക് അമ്മയുടെ ലൈഫിൽ അമ്മ ഡ്രീം ആയിട്ട് കൊണ്ട് വെച്ചിരുന്നത് ചിലപ്പോൾ എൻ്റെ കല്യാണം എന്നായിരിക്കും. അമ്മ പക്ഷെ എന്നെ ഒരിക്കലും ഇൻസിസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അതായത് ഇപ്പോൾ എന്താ പറയുക, ഇന്ന ആളെ കല്യാണം കഴിക്കണം അല്ലെങ്കിൽ ഇന്ന കാര്യം ചെയ്യണം അങ്ങനെ ഇൻസിസ്റ്റ് ചെയ്തിട്ടില്ല. പക്ഷെ എനിക്കറിയാം അമ്മ എത്രത്തോളം എൻ്റെ കാര്യത്തിൽ ടെൻസ്ഡ് ആയിരുന്നു എന്നുള്ളത്. കാരണം ഞാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്നു, ഒറ്റയ്ക്കെല്ലാം ഡീൽ ചെയ്യുന്നു, അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷനാണ്. അപ്പോൾ ഏട്ടൻ എന്ന് പറയുന്ന സംഭവം ഐ തിങ്ക് അമ്മയ്ക്ക് ഭയങ്കര ഒരു പ്രൊട്ടക്റ്റീവ്നെസ് കൊടുക്കുന്ന ഒരു ഫാക്ടറാണ്. സോ ഷീ ഈസ് വെരി മച്ച് ഹാപ്പി. അപ്പൊ നമ്മുടെ ഷോയുടെ പേര് എന്ന് പറഞ്ഞാൽ സുന്ദരി നീയും സുന്ദരൻ ഞാനും. ഞാനൊരു ചെറിയ സെഗ്മെന്റിലേക്ക് കൊണ്ടുപോവാണ്. ഈ സെഗ്മെന്റിന്റെ പേരാണ് മെയ്ഡ് ഫോർ ഈച്ച് അതർ. ഓക്കെ, ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും, നിങ്ങൾ ബോർഡിൽ എഴുതണം. ഓക്കെ, അപ്പൊ നമുക്കറിയാലോ എത്രത്തോളം നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്കായിട്ടുള്ള പണിയായുധങ്ങളൊക്കെ എന്റെ കയ്യിലുണ്ട്. ഓക്കെ, അപ്പൊ നമ്മുടെ സെഗ്മെന്റിന്റെ പേരാണ് മെയ്ഡ് ഫോർ ഈച്ച് അതർ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിവാഹ തിരക്കുകളെല്ലാം കഴിഞ്ഞിട്ട് വേണം ഈ ഒരു കാര്യം ചെയ്യാൻ, പക്ഷെ ഇത്രയും ദിവസമായിട്ടും അത് നടന്നിട്ടില്ല, എന്ത്? കുറെ കാര്യങ്ങളുണ്ട്. എന്നാലും നിങ്ങള് എന്താ പറയാ തിരക്കുകളൊക്കെ കഴിഞ്ഞിട്ട് ചെയ്യണം എന്ന് വിചാരിച്ചൊരു കാര്യമായിരിക്കും, പക്ഷെ ഇതുവരെ നടന്നിട്ടില്ല, അതെന്തായിരിക്കും? ഞങ്ങൾ ഇപ്പൊ ആക്ച്വലി അതിന്റെ പ്ലാനിങ്ങിലാണ്. ആണോ? ചേട്ടൻ ഒരുപാട് ചിന്തിക്കുന്നു. അതെനിക്ക് മനസ്സിലായി. പെട്ടെന്ന് എഴുതാതെ ചേച്ചി എഴുതി കഴിഞ്ഞു. എഴുതി കഴിഞ്ഞോ? ഓക്കെ, അപ്പൊ ക്യാമറയിലേക്ക് കാണിച്ചോ. രാമേശ്വരം ട്രിപ്പ് ആൻഡ് ഇന്റർനാഷണൽ ട്രിപ്പ്, ഹണിമൂൺ. ഓക്കെ, കുഴപ്പമില്ല. അതായത് തെറ്റാണ് പ്രൊഡ്യൂസർ പറഞ്ഞു തെറ്റാണ്. അതെന്താ തെറ്റൊന്നുമല്ല, രണ്ടും സെയിം തന്നെ ബിലോങ്സ് ടു ദിസ്. ഇന്റർനാഷണൽ ട്രിപ്പ് ഞങ്ങൾ കുറെ ആയിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നു, പക്ഷെ ഇതുവരെ നടന്നിട്ടില്ല. എവിടെ പോവാനാണ്? ഞങ്ങള് മാൽദീവ്സ് ഓർ തായ്ലൻഡ് ആണ്. കാരണം ഏട്ടനും ഇതുവരെ അങ്ങനെ ഇന്റർനാഷണൽ ട്രിപ്സ് പോയിട്ടില്ല. ഞാന് ദുബായ് ഒക്കെ പോയിട്ടുണ്ടെന്നല്ലാണ്ട് അങ്ങനെ ഒരു എൻജോയ്മെന്റ് എന്നൊരു ഇതിൽ ഞാൻ പോയിട്ടില്ല. ഞങ്ങൾ അതാണ് ആക്ച്വലി പ്ലാൻ. ഈ ഒരു 2 വീക്സിൽ എവിടെയൊക്കെ പോയി? ഈ ഒരു 2 വീക്സിൽ ഞങ്ങള് മൂന്നാർ പോയി, ഞങ്ങൾ വീടിനടുത്തുള്ള എല്ലാ സ്ഥലങ്ങളും പോയി, കുറെ സമാധാനത്തോടെ ഇരുന്നു. അല്ല, കുറെ പീസ്ഫുൾ ആയിട്ട് ഇരുന്നു. തിരക്കുകളൊക്കെ ആയി. അപ്പൊ എന്തായാലും തെറ്റാണെന്നാണ് ഞങ്ങളെ പ്രൊഡ്യൂസർ പറയുന്നത്. തെറ്റില്ലാണ്ട് ഒന്നും തന്നെയല്ലേ? ഓക്കെ ആണോ? പറഞ്ഞു. അപ്പൊ പിന്നെ ഓക്കെ. അടുത്തത്, പ്രണവേട്ടൻ ആഷികയോട് സംസാരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾ ഇറിറ്റേറ്റഡ് ആവുന്നത് എന്തിന്? ഇറിറ്റേറ്റഡ് ആവോ തങ്കപ്പെട്ട മനുഷ്യനെ കണ്ടിട്ട്? നോ. ഒന്നും ചോദിക്കോ? പ്രണവേട്ടൻ നിങ്ങൾ അങ്ങോട്ടും ഇല്ല എനിക്ക് ദേഷ്യം വരുന്നു. ഏറ്റവും കൂടുതൽ ഇറിറ്റേറ്റഡ് ആവുന്നത് എപ്പോഴാണ്? ചേച്ചി എഴുതി. 5 4 3 2 കഴിഞ്ഞ നോക്കട്ടെ. ചില ഫോട്ടോഷൂട്ട്സ് നോക്കട്ടെ. കുട്ടിക്കളി. ഓക്കെ, ചില സമയങ്ങളില് കുട്ടികളെ കാണുമ്പോ ദേഷ്യം വരുമോ? ചിലപ്പോ ഫോട്ടോഷൂട്ട്സിന് ദേഷ്യപ്പെടാറുണ്ടോ? ദേഷ്യമല്ല, ചിലപ്പോ ഇറിറ്റേഷൻസ് വരും. ചോദിക്കും അതെന്തിനാ അങ്ങനെ പറഞ്ഞിട്ടുള്ളൊരു ഫോട്ടോഷൂട്ട് ഏതാ? അങ്ങനൊന്നുമില്ല, അങ്ങനെയൊന്നുമില്ല, സ്പെസിഫിക്കലി ഒന്നും അല്ല. ഇപ്പൊ എന്തെങ്കിലും ഒരു ഡിസ്കഷൻ വരുമ്പോൾ ഇപ്പം ഞാൻ പറയും എനിക്ക് കുറച്ച് എന്തെങ്കിലും അഡ്വഞ്ചറസ് ആയിട്ട് ചെയ്യണം. ഇറ്റ്സ് നോട്ട് അബൌട്ട് അതിന് ഇഷ്ടമല്ല എന്നല്ല, ഒരു സേഫ്റ്റി കൺസേൺ എന്നുള്ളൊരു ഇതിലിങ്ങനെ അങ്ങനെ പറയും. അപ്പൊ ഓക്കെ, അപ്പൊ ഞാൻ ഐ വിൽ മേക്ക് ഹിം അണ്ടർസ്റ്റാൻഡ്. അല്ല ഏട്ടാ ഇത് ഇങ്ങനെയാണ്, ഇത് ഇന്ന കാരണം കൊണ്ടാണെങ്കിൽ അപ്പൊ ഓക്കെ. അപ്പൊ ഈസ് ലൈക്ക് ഓക്കെ, ശരി, ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓക്കെ, നിന്റെ ഇഷ്ടം, അങ്ങനെയാണെങ്കിൽ നീ ചെയ്തു. പക്ഷെ ഏട്ടൻ്റെതായിട്ടുള്ള ഒരു ഇത് പറയും, ഒരു ഒപ്പീനിയൻ പറയും. ഓക്കെ, അപ്പം ഇപ്പൊ ചില ഫോട്ടോഷൂട്ട്സിന്റെ ഒക്കെ താഴെ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വരാറില്ലേ? അപ്പൊ അതൊക്കെ കാണുമ്പോൾ ചേട്ടൻ എങ്ങനെയാണ്? ലൈക്ക് സപ്പോർട്ടീവ് ആയിട്ടാണോ? ഏട്ടന് എന്താ വെച്ചാൽ ഞാൻ ഇത്രയും ദിവസം സത്യം പറഞ്ഞാൽ ഞാനത് ഇഗ്നോർ ചെയ്യുമായിരുന്നു. നമുക്ക് വരുന്ന സൈബർ അറ്റാക്സും മെസ്സേജസും എല്ലാം ഇഗ്നോർ ചെയ്യുമായിരുന്നു. പക്ഷെ ഇപ്പം എങ്ങനെയാ വെച്ചാൽ എനിക്ക് കുറച്ചും കൂടി ഒരു ധൈര്യം വന്നു. അപ്പൊ ഏട്ടൻ്റെ അടുത്ത് പറയാം, നീ എന്തിനാ കേട്ടോണ്ട് നിൽക്കുന്നത്,
നമുക്കത് റിയാക്ട് ചെയ്യാം. ഞങ്ങൾ സത്യം പറഞ്ഞപ്പോൾ ഇന്നലെ സൈബർ സ്റ്റേഷനിൽ പോയി വന്നേ ഉള്ളൂ. ഈ ഫോട്ടോസ് മോർഫ് ചെയ്തിട്ട് സ്പ്രെഡ് ചെയ്യുന്നത്, അതേപോലെ അത് സ്റ്റോക്ക് ചെയ്യുന്നത്, അത് വെച്ചിട്ട് സൈബർ അറ്റാക്ക് ചെയ്യാൻ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ മൂന്നാറുള്ള സമയത്ത് ഞങ്ങളൊരു സ്റ്റോറി കണ്ടു ഒരു അക്കൗണ്ടിൽ നിന്ന്. അപ്പോൾ അതിൽ സ്റ്റോറിയിൽ ഒരു മോർഫ് പിക്ചർ ആയിരുന്നു, ലൈക്ക് തല എൻ്റെ ആയിരുന്നു ആൻഡ് ബോഡി വാസ് സംതിങ് ഇല്ലിസിറ്റ്. അപ്പോൾ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യം വന്നു. അപ്പോൾ ഞാൻ അവർക്ക് മെസ്സേജ് അയച്ചു, പറഞ്ഞു യു ആർ ടേക്കിംഗ് ദിസ് ഡൗൺ ഓർ എൽസ് ഐ ആം ഗോയിങ് ടു ഫയൽ എ സൈബർ കംപ്ലയിൻറ്റ്. അപ്പോൾ ഏട്ടൻ പറഞ്ഞു നീ മെസ്സേജ് അയക്കി എടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു പറഞ്ഞു. ഞാൻ കോൾ എടുക്കുമെന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ ആ അപ്പുറത്തെ എൻഡിലിരിക്കുന്ന ആൾ വിചാരിച്ച് ഞാൻ വിളിക്കാൻ വേണ്ടിയിട്ടാണെന്നായിരിക്കാം, മേ ബി അത്ര ബുദ്ധിയുള്ളൂ അവന്. അപ്പോൾ ഞാൻ വിളിച്ചിട്ട് ഞാൻ നല്ലോണം ഞാൻ പറഞ്ഞപ്പോൾ അവനതൊരു പ്രശ്നമേ അല്ല. ലൈക്ക് നിങ്ങൾ കേസ് കൊടുത്തോ, നിങ്ങൾ ചെയ്തോ. അപ്പോൾ എനിക്ക് മനസ്സിലാവാത്തത് എന്ത് ധൈര്യമാണ് അവർക്ക്, ഹൗ ഡെയർ അങ്ങനെ ചെയ്യാൻ. എൻ്റെ മാത്രമല്ല കേട്ടോ, ആ പേജസിൽ ഒരുപാട് പേരുടെ ഞാൻ കണ്ടു, ആർട്ടിസ്റ്റുകളായിട്ടും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടിരിക്കുന്ന ഒരുപാട് പേരുടെ ഫോട്ടോസും വീഡിയോസും ഞങ്ങൾ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ സങ്കടം തോന്നി. അവരുടെ വീട്ടിലെ ഒരാളായിരുന്നെങ്കിൽ അവരങ്ങനെ ചെയ്യില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങളുടെ അമ്മയുടെ ഫോട്ടോ ആണ് ഞാൻ മോർഫ് ചെയ്തിട്ടുണ്ട്, ഞാൻ പോസ്റ്റ് ചെയ്ത്, നിങ്ങൾ സമ്മതിക്കും? അതില്ല. അപ്പൊ അതെന്താ, ബാക്കിയുള്ള പെൺകുട്ടികളൊന്നും അവർക്ക് പ്രശ്നമല്ലേ? അപ്പൊ ഏട്ടൻ പറഞ്ഞു നമുക്ക് കേസ് ഫയൽ ചെയ്യാം, FIR ആയിട്ട് തന്നെ ഫയൽ ചെയ്യാം, ലെറ്റ് ദം സഫർ. എന്തിനാ നമ്മൾ റിയാക്ട് ചെയ്യാതിരിക്കുന്നത്? സോ ഹി ഈസ് വെരി മച്ച് സപ്പോർട്ടീവ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. അത് തെറ്റിപ്പോയല്ലേ? ഓ സോറി, തെറ്റിപ്പോയി. അപ്പൊ ഇതിനൊരു പണിഷ്മെന്റ് ഉണ്ട്, സിമ്പിൾ പണിഷ്മെന്റ് ആണ്. ഓക്കെ, ഈ ടാസ്കിന്റെ പേരാണ് പൊന്നിൻ കുടത്തിനൊരു പൂമൊട്ട്. അപ്പൊ ഞങ്ങളാണെങ്കിൽ ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. ചേട്ടൻ ഇത് ചേച്ചിക്ക് വെച്ചു കൊടുക്കണം. ഓ അതെന്താ? അതൊക്കെ എക്സ്പേർട്ട് ആണ്. അതെന്താണ് ഒരു കൈ കൊണ്ടൊക്കെ വെച്ചാൽ ഇങ്ങനെ വെച്ചു കൊടുക്കണം. ഓക്കെ, താങ്ക് യു സോ മച്ച്. അവിടെ ശരിക്കും എഴുതാൻ തെറ്റിക്കരുത്. ഒരുപാട് നല്ല നല്ല പണിഷ്മെന്റ് നിങ്ങൾക്കായിട്ട് കരുതി വെച്ചിട്ടുണ്ട്. ഇനിയും കുറച്ചധികം ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആഷികയ്ക്ക് സിനിമയിൽ ഏത് യുവതാരത്തിന്റെ നായികയായി അഭിനയിക്കണമെന്നാണ് ആഗ്രഹം? ചേച്ചിക്ക് ഓർമ്മയില്ല, ചേട്ടൻ അറിയാന്നൊക്കെ? ഇല്ല, ആക്ച്വലി ആഗ്രഹം ഉണ്ടാവില്ല, ഓ ഇന്ന ആക്ടറിന്റെ ഒപ്പം എനിക്ക് അഭിനയിക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവില്ല? ഏത് കഴിയും? പറഞ്ഞിട്ടില്ല. അങ്ങനത്തെ ഒരു ആഗ്രഹം ഇല്ലേ? ഇല്ല. അതെന്താ ഇല്ല? ആരുടെ കൂടെ അഭിനയിക്കും? എനിക്ക് അങ്ങനെ ഇന്ന ആളുടെ കൂടെ അഭിനയിക്കണമെന്നല്ല, എനിക്ക് നല്ല കഥാപാത്രങ്ങൾ, അത് ആരുടെ കൂടെ ആണെങ്കിലും ഒരു നല്ല ക്യാരക്ടർ ചെയ്യണമെന്നാണ്. സോ അങ്ങനെ ഇന്ന ആളെന്നില്ല. ഓക്കെ, അപ്പം നമ്മുടെ യുവ ആക്ടേഴ്സിൽ ആരും ഇഷ്ടമല്ല എന്നല്ല, എനിക്ക് ഓരോ ആർട്ടിസ്റ്റിനെയും അവരവരുടേതായിട്ടുള്ള രീതിയിൽ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് ഇന്ന ആളുടെ കൂടെ പെയറായി ചെയ്യണം അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല. എനിക്ക് അങ്ങനെയൊന്നുമല്ല. ഓക്കെ, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ. അതിപ്പോ ശരിയാണ്, രണ്ടാളും ഇല്ല എന്ന് എഴുതിയേക്കുന്നത്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, പ്രണവും അഷികയും കൂടി ഒരു ഷോപ്പിങ്ങിന് പോകുന്നു. ഏറ്റവും കൂടുതൽ പിശുക്ക് കാണിക്കുന്നത് ആരായിരിക്കും? ക്വസ്റ്റ്യൻ ഒക്കെ ഞങ്ങളുടെ ബുദ്ധിമാനായ പ്രൊഡ്യൂസറാണ് തന്നിരിക്കുന്നതെന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. എഴുതി കഴിഞ്ഞിട്ട് അങ്ങോട്ടൊരു നോട്ടാണ്. എഴുതി കഴിഞ്ഞോ? ഇല്ല, വായിച്ചു. ചേട്ടൻ എഴുതി കഴിഞ്ഞോ? 1 5 4 3 2 1. ഏട്ടൻ രണ്ടാളും സെയിം തന്നെ ഇരിക്കണേ. പിശുക്കൊന്നുമില്ല കേട്ടോ, എനിക്ക് എല്ലാം മേടിച്ചു തരും. എല്ലാം മേടിച്ച് തന്നിട്ട് സ്റ്റുഡിയോയിൽ കേറിയിട്ട് അവൾക്ക് ഇഷ്ടമുള്ള ഒക്കെ എടുക്കും, എല്ലാം എടുക്കും, എല്ലാം വേണം. അങ്ങനെയാണ്, വേറെ കുഴപ്പമില്ല. എല്ലാം എടുക്കും, അതിൽ ഇഷ്ടപ്പെട്ട ഒക്കെ. അങ്ങനെയല്ല, ഞാൻ പോയിട്ട് ഇഷ്ടപ്പെട്ടതൊക്കെ എടുക്കും. എന്നിട്ട് ഞാൻ ട്രയൽ നോക്കാൻ വേണ്ടി കയറും. ഞാൻ കയറിയിട്ട് ഞാൻ ഏട്ടനോട് അവിടെ നിൽക്കാൻ പറയും. അത് ഞാൻ ട്രയൽ നോക്കിയിട്ട് ഓരോന്ന് കാണിക്കും. അപ്പൊ ഏട്ടൻ തന്നെ പറയും ഇത് സൂപ്പർ ആയിട്ടുണ്ട്. എന്നാ ഏതെങ്കിലും നന്നല്ല എന്ന് പറയണ്ടേ? അപ്പൊ എന്റെ തെറ്റാണോ? അല്ലല്ലോ, എല്ലാം നല്ല പറഞ്ഞ. അടുത്ത ക്വസ്റ്റ്യൻ.
ഒരു വിഷയത്തിൽ നിങ്ങൾ രണ്ടുപേരും കൂടി ഒരു വാദപ്രതിവാദം ഉണ്ടായാൽ സംസാരിച്ചു ജയിക്കുന്നത് ആരായിരിക്കും? എന്ത് ഡൗട്ട് എന്നൊക്കെ. പിന്നല്ല. ഓക്കെ, എന്താ ഒന്ന് ഏത് കേട്ടാ അങ്ങോട്ട് നോക്കണേ? പാവാച്ചിയാ വിളിക്കണേ. ഓക്കെ, ഇപ്പൊ പറയും കൊറേ എണ്ണം ക്രിഞ്ച് കോപ്പുന്ന. സ്നേഹം കൊണ്ട് വിളിക്കുന്നല്ലേ? എന്നെ അങ്ങനെ തന്നെ പണ്ടും അങ്ങനെ തന്നെ വിളിച്ചിരുന്നെ. ആണോ? അമ്മ വാവാച്ചി എന്നാണോ വിളിക്കുന്നേ? ഓ, അങ്ങനൊന്നുമില്ല. അമ്മയുടെ മൂഡിനനുസരിച്ച് പലതും വിളിക്കും. ഓക്കെ, അപ്പൊ ചേച്ചിയാണ് അപ്പം സംസാരിച്ച് ജയിക്കുന്നത്. ചേട്ടൻ കുറച്ച് സൈലന്റ് ആണെന്ന് തോന്നുന്നല്ലേ? സൈലന്റ് ഒന്നും അല്ല, കുറച്ച് കഴിയുമ്പോ പിന്നെ മിണ്ടാതി. സംസാരിച്ചിട്ട് കാര്യമില്ല, സൈലന്റ് ആവുന്നൊക്കെ. ഏറ്റവും കൂടുതൽ നിങ്ങൾ തമ്മിൽ ഇത് വരുന്ന എന്തിന്റെ പേരിലാണ്? ഞാൻ എന്തെങ്കിലും അനാവശ്യമായിട്ട് പറയും. അതായത് എൻ്റെ എന്തെങ്കിലും ഒരു എന്താ പറയാ ഒരു കോപ്രായം ഞാൻ പറയും, അത് ഇഷ്ടപ്പെടില്ല, പിന്നെ തുടങ്ങും. ഒന്നില്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ഒരു അനാവശ്യമായിട്ടുള്ള ഒരു ചെലവായിരിക്കും പറയുണ്ടാവുക. എനിക്കെന്നെ അറിയാതെ അനാവശ്യമാണെന്ന്. പക്ഷെ എനിക്ക് ആ സ്പോട്ടിൽ ഞാൻ ഭയങ്കര ഇമ്പൾസീവായിട്ട് എന്തെങ്കിലും. പക്ഷെ ഏട്ടനാണെങ്കിൽ ഭയങ്കര ചിന്തിച്ച് ഓരോന്ന് ചെയ്യുന്ന കൂട്ടത്തിലാണ്. ഞാൻ ഭയങ്കര ഇമ്പൾസീവായിട്ട് എനിക്ക് പെട്ടെന്ന് ദിപ്പ് അങ്ങോട്ട് പോകണം, ദിപ്പത് മേടിക്കണം, അങ്ങനെയൊക്കെ പറയും. ചേട്ടനാണെങ്കിൽ ഞാൻ പറയുമായിട്ട് ചിന്തിക്കുന്നത് ആവശ്യമാണോ ആവശ്യമല്ലേ, അതിന്റെ കാര്യമുണ്ടോ. വേട്ടൻ കുറച്ചും കൂടി ലോജിക്കലാണ്, ഞാൻ കുറച്ചും കൂടി ഇമോഷണലാണ്. കല്യാണത്തിന് വിളിച്ചവരിൽ ആര് വരാതിരുന്നതാണ് നിങ്ങളെ രണ്ടുപേരെയും ഒരേപോലെ സങ്കടപ്പെടുത്തിയത്? എന്താ എന്താ ചേട്ടൻ എന്തോ എന്താ ആലോചിച്ചു പോയി. എന്താ? എനിക്ക് പേടിയാ. ഓക്കെ, എഴുതിയാ അഭിലാഷ് ഏട്ടൻ. അഭിലാഷ് പിള്ള. അതേട്ടനോട് ഞങ്ങള് പറഞ്ഞിരുന്നു, ഞാൻ അത്രയും പറഞ്ഞിരുന്നു വരണോന്ന്. അയ്യോ, അതാണ് രണ്ടുപേർക്കും സങ്കടമായത്. എനിക്ക് ഓർമ്മ കാരണം ഇപ്പൊ മെസ്സേജ് അയച്ചിട്ടുള്ള അഭിലാഷേട്ടൻ എന്നെ കാണുന്ന ഫോട്ടോ ഒരു എവിടെ ഹസ്ബൻഡ് എവിടെ എന്നൊക്കെ ചോദിച്ചു. നമുക്ക് നല്ലൊരു ഫ്രണ്ടാണ്. എനിക്കൊരു ഭയങ്കര മെന്ററിനെ പോലെയാണ്. സോ പുള്ളിക്കാരൻ വന്നല്ല, ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായി. അല്ല, ഏട്ടന്റെ അച്ഛനെ ആക്ച്വലി വയ്യ, അപ്പൊ അതുകൊണ്ടാണ് വരാൻ പറ്റാത്തത്. ഞങ്ങൾക്കറിയാം. ഡിസ്കസ് ചെയ്തില്ല. പക്ഷെ ഇതിന് എന്തായാലും അതെനിക്ക് ചിരിന്ന് മനസ്സിലായി. അതെ, ഈ പണിഷ്മെന്റിന്റെ പേരാണ് മാലയിടൽ ചടങ്ങ് റീക്രിയേഷൻ. മാലയിടലോ? മാലയിടൽ. ഞങ്ങള് മാലയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ മാല നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടാം. നല്ല ഭയങ്കര കളർഫുൾ മാലകളാണ്. LKG കുട്ടികൾ കൊടുക്കണ പോലെ. ഓക്കെ, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കിട്ടുന്നോ? മറ്റേ ആദ്യം വരട്ടെ ഞാന് ഉണ്ടോ? നിങ്ങളെ അടിപൊളി അടിപൊളി. ആ വളയം അതും കൂടെ ഇട്ടെടുത്തോ. അതെന്താ സാധനം? ഇത് ആദിവാസി കല്യാണം തോന്നുന്നു. കേട്ടോ, കിരീടമൊക്കെ ഉണ്ട്. അതെനിക്ക് വേണ്ട. മറ്റേ സുംബയ്ക്ക് പോണ പോലെ ചേട്ടനൊന്ന് വെച്ചെടുത്തോ. രസല്ലേ? ഒരു രസമല്ലേ കേട്ടോ, ഒരു രസമില്ല. അടിപൊളി. താങ്ക് യു സോ മച്ച്. ഞങ്ങളെ കളർഫുൾ ആക്കി കളഞ്ഞു. ഇതൊക്കെ എവിടെ നിന്ന് കണ്ടുപിടിക്കുന്നല്ലേ? ഭയങ്കര ക്രിയേറ്റിവിറ്റിയുടെ ആൾക്കാരാണ്. നന്നായിട്ടുണ്ട്, സൂപ്പർ ആയിട്ട്. ഓക്കെ, ഇനിയുണ്ട്, ഇത് കഴിഞ്ഞില്ലേ? ഇല്ല, ഇനി സിമ്പിൾ. വിവാഹ ദിവസം നിങ്ങൾ രണ്ടുപേരിൽ ആർക്കായിരുന്നു ഏറ്റവും കൂടുതൽ ടെൻഷൻ? രണ്ടുപേർക്കും ഉണ്ടായിരുന്നു. അങ്ങനൊന്നും പറയാൻ കുറച്ച് കൂടുതൽ ടെൻഷൻ ആർക്കായിരുന്നു? തെറ്റൂന്ന് തോന്നണേ, എന്നാലും കുഴപ്പമില്ല. ഓക്കെ, എനിക്ക് ഞാൻ അപ്പൊ തെറ്റി. ചേട്ടൻ പറയുന്നു. ചേട്ടൻ എന്തിനായിരുന്നു ടെൻഷൻ? കല്യാണം കഴിക്കില്ല ടെൻഷൻ. അല്ല, ഈ ചോദ്യത്തിന് മിക്കവാറും എല്ലാവർക്കും അവരവർക്കൊക്കെ ടെൻഷൻ രണ്ടുപേർക്കും. ഇപ്പോഴാണ് ഇതാണ് ഒരു റൈറ്റ് ടൈം, ഇതാണ് എന്റെ കറക്റ്റ് പാർട്ട്ണർ എന്ന് തോന്നിയത്. എനിക്ക് തലേ ദിവസം വരെ ടെൻഷൻ ഉണ്ടായി, ഒരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല. അന്നാ ടെൻഷൻ വന്നത്. അതെന്താ അന്നാ തോന്നിയത്? പാട്ടാണ്. അല്ല, അവൾ എന്നോട് ചോദിക്കും ടെൻഷൻ വേണ്ടോ? എനിക്ക് ആക്ച്വലി നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു.
എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വരുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ലേ, അതിന്റെ ടെൻഷനായിരുന്നു. അല്ലാതെ കല്യാണം കഴിക്കാൻ പോവാണോ എന്നുള്ള ടെൻഷനൊന്നും അല്ല. പാർട്ണറിനെ പറ്റി ടെൻഷൻ ഉണ്ടായിരുന്നില്ല? ഇല്ല, അങ്ങനെ ആ ഒരു കാര്യത്തിൽ മാത്രമാണ് ഞാൻ സത്യം പറഞ്ഞ ടെൻഷൻ ഇല്ലാതിരുന്നത്. ബാക്കി എല്ലാം എനിക്ക് ടെൻഷനായിരുന്നു. എപ്പോഴാ തോന്നിയത് റൈറ്റ് പേഴ്സൺ ആണ്, ഇതാണ് അഷികയാണ് ചേട്ടന്റെ റൈറ്റ് പേഴ്സൺ എന്ന് തോന്നിയത് എപ്പോഴാ? അങ്ങനെ തോന്നി. എപ്പോഴെങ്കിലും തോന്നും ഇതാണ് ഒരു പോയിന്റിൽ എപ്പോഴെങ്കിലും തോന്നി അങ്ങനെ? അല്ല, അങ്ങനെ തോന്നിയ ടൈമൊന്നുമില്ല. അങ്ങോട്ട് ഞങ്ങൾ സംസാരിച്ച് അങ്ങോട്ട് ഓക്കെ ആയി. അയ്യോ, ചേച്ചിക്ക് എപ്പോഴാ തോന്നി? എനിക്ക് ലൈക്ക് ഞാൻ എൻ്റെ ഇപ്പോൾ ഞങ്ങൾ സംസാരിക്കുന്ന ആ ഒരു ടൈമിൽ ഞാൻ എൻ്റെ ഇമോഷണലി എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും ഒക്കെയാണ് ഞാൻ ഫസ്റ്റ് തന്നെ പറഞ്ഞത്. എല്ലാവരും ഡ്രീംസിനെ കുറിച്ചൊക്കെ ഷെയർ ചെയ്യും. ഞാൻ സംസാരിച്ചത് എനിക്ക് ഇന്ന പ്രശ്നങ്ങളുണ്ട്, എനിക്ക് ഇന്ന വിഷമങ്ങളുണ്ട്, സോ ഞാനൊരു ഹീലിംഗ് പോയിന്റിലാണ് എന്ന് പറഞ്ഞപ്പോൾ ഏട്ടൻ കാണിച്ച ഒരു റെസ്പോൺസ് വാസ് വെരി മച്ച് ഇംപ്രസീവ്. ഭയങ്കര ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ഐ നോ ദാറ്റ് പുള്ളിക്കാരൻ അങ്ങനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല എന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ ഓരോ പ്രാവശ്യം എൻ്റെ ഓരോ വിഷമത്തെക്കുറിച്ച് ഞാൻ ചിലപ്പോൾ ഒരു പാട്ട് കേൾക്കുമ്പോൾ കരയും, അല്ലെങ്കിൽ ഏതെങ്കിലും സീൻ വന്നാൽ എനിക്ക് ഭയങ്കര വിഷമം വരും. അപ്പം അതൊക്കെ എൻ്റെ ഒരു ഹൈപ്പർ സെൻസിറ്റിവിറ്റിയാണ്. പക്ഷെ ഹി വാസ് ഓൾവേസ് ദെയർ. അപ്പം എനിക്ക് തോന്നി ഓക്കെ, സോ അതിൽ കൂടുതൽ നമുക്കൊന്നും വേണ്ടമല്ലോ. ഐ തിങ്ക് ദാറ്റ് ഇസ് ദ മെയിൻ തിങ് എനിക്ക് വേണമെന്ന് ആഗ്രഹിച്ചത്. അഷിക മുന്നേ ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലൈക്ക് ഏറ്റവും കൂടുതൽ പരാജയപ്പെട്ട ലൈഫിൽ ഏറ്റവും പരാജയമായിട്ട് തോന്നിയിട്ടുള്ളത് ഫാമിലിയാണ്, അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ളത് ഫാമിലിയാണെന്ന്. ഇപ്പൊ ഇത്രയും ലവിങ് ആയിട്ടുള്ള ഒരു ഹസ്ബൻഡിനെ കിട്ടിയ ഇപ്പോഴത്തെ ആ ഒരു സന്തോഷം, ആ ഒരു ഹാപ്പിനെസ് ഒക്കെ എങ്ങനെയാണ്? അല്ല, ലൈക്ക് ലൈഫിലെ ഓരോ പോയിന്റിലും ഭയങ്കര ഒരു ഒറ്റപ്പെടൽ നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. എല്ലാവർക്കും ഉള്ളതാണ്, ഇപ്പം എനിക്ക് മാത്രമല്ല. അപ്പം ഞാനും പല പോയിന്റിലും എനിക്ക് ഭയങ്കര ലോൺലിനെസ്, സിഗ്നിഫിക്കൻ്റ്ലി ഒരു ലോൺലിനെസ് ഫീൽ ചെയ്തിരുന്നു. ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും അത് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. എവിടേക്കെങ്കിലും പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ എന്തിനൊരു ചുമ്മാ ഒന്ന് സമാധാനപരമായിട്ടൊരു ദിവസം മാറി നിൽക്കാൻ പോലും എനിക്ക് പറ്റില്ല. എനിക്ക് ഇന്ന കാര്യം ചെയ്യാനുണ്ട്, എനിക്ക് ആ കാര്യം ചെയ്യാനുണ്ട്, എനിക്കിത് തീർക്കാനുണ്ട്, ഇന്ന ഷൂട്ടിന് പോയിട്ട് വേണം എനിക്കത് ചെയ്യാൻ. അങ്ങനെ എപ്പോഴും ഇങ്ങനെ ഭയങ്കര റെസ്റ്റ്ലെസ് ആയിരുന്നു ഞാൻ. അതേപോലെ തന്നെ ഇപ്പോൾ ഒരു സേഫാണ് എന്ന് എനിക്കൊരു തോന്നലില്ലായിരുന്നു. ഐ വാസ് ഓൾവേസ് ഫീലിംഗ് ദാറ്റ് ഐ ആം അൺസേഫ്. എനിക്കായിട്ട് ഒരാൾ, ഇപ്പം എനിക്ക് അമ്മയുണ്ട്, ഓഫ്കോഴ്സ് അമ്മയുണ്ട്, പക്ഷെ അമ്മയുടെ അടുത്ത് എനിക്ക് പറയുന്ന കാര്യങ്ങൾക്ക് ഒരു സ്റ്റേജ് കഴിയുമ്പോൾ നമുക്കൊരു ലിമിറ്റേഷൻ വരും. കാരണം നമ്മളുടെ ടെൻഷൻസ് മറന്നിട്ട് പേരൻസിന് ടെൻഷൻ ഉണ്ടാക്കരുത് എന്ന് വിചാരിക്കുന്ന ഒരു സ്റ്റേജ്, ഒരു പ്രായം കഴിയുമ്പോൾ എല്ലാവരും അങ്ങനെയാണ്. ചെറിയ കുട്ടിയാകുമ്പോൾ അമ്മ എനിക്ക് ഇന്ന വിഷമമുണ്ട്, അമ്മ എനിക്ക് അതുണ്ട്, എനിക്കിതുണ്ട്, അങ്ങനെ പറയും. പക്ഷെ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് അമ്മയ്ക്ക് വിഷമമാവോ എന്ന് വിചാരിച്ച് ഞാൻ പല കാര്യങ്ങളും അമ്മയടുത്ത് ഷെയർ ചെയ്യാറില്ല. സോ അങ്ങനത്തെ ഒരു പോയിന്റ് വരുമ്പോൾ ഏട്ടനുള്ളത് എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക, എനിക്ക് ഭയങ്കര ഒരു സ്ട്രെങ്ത് ആണ്. ഇപ്പോൾ എനിക്ക് ഒരാഗ്രഹമുണ്ട്, എനിക്കത് ചെയ്യാൻ പറ്റിയില്ല, ലൈക്ക് ഐ കാൺ ഡൂ ദിസ് എന്ന് പറയുമ്പോൾ there is somebody for me who always says that it's okay, it is all right. അത് അങ്ങനെ വേണമെന്നില്ല. എന്താ പ്രശ്നം, യു ആർ ഗുഡ് ഓൺ യുവർ ഓൺ എന്ന് പറയുന്ന ഒരാൾ ഉള്ളത്, ഇറ്റ്സ് വെരി മച്ച്, ഐ ആം വെരി ഹാപ്പി. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പം ഈ ഇത് തെറ്റിപ്പോയതുകൊണ്ട് നമുക്കൊരു പണിഷ്മെന്റ് ഉണ്ട്. ഓക്കെ, ഈ പണിഷ്മെന്റിന്റെ പേരാണ് മധുരം വെപ്പ്. അപ്പൊ നിങ്ങൾക്ക് മധുരം തരും, രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് കൊടുക്കാം. ഓക്കെ, ഇപ്പൊ കാര്യങ്ങളില്ല, അപ്പൊ നമ്മളൊരു നല്ല മധുരമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ദുഷ്ടന്മാരെ, ഒരു തരം അല്ലാതെ ഒരു ചെറിയ ബൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും. എടാ അറ്റം തന്നാ മതി കേട്ടോ, ഞാൻ തരാട്ടോ. ഞാൻ തരണ്ടേ? കുറച്ച് കടിച്ചാൽ മതി. അതെന്തിനാണ് മതി?
എരിവ് ഇഷ്ടമാണ്. എൻ്റെ അമ്മേ, എനിക്കറിയുന്നു. ഇവിടെ ഇവിടെ കടിച്ചു നോക്ക്. അല്ല, ഇത് എരിവില്ല, സത്യത്തിൽ എരിവില്ല. എരിവില്ലാത്ത മുളകാണോ? അല്ല, നടുവില് കടിച്ച നല്ല എരിവ് വരും. മിണ്ടാതിരുന്ന അവര് പറയുമ്പോ നടുവില് കടിക്കാൻ എരിഞ്ഞു. എരിഞ്ഞില്ല ചേട്ടാ, എരിവില്ല അല്ലേ? എരിവൊന്നും എരിവില്ല. ഓക്കേ.